ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലർക്ക് 10,277 ഒഴിവുകൾ. ബിരുദക്കാർക്ക് അവസരം. കേരളത്തിൽ 330 ഒഴിവ്. പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലറിക്കൽ കേഡറുകളിലെ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് തസ്തികകളിൽ നിയമനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ (IBPS) നടത്തുന്ന പൊതു എഴുത്തുപരീക്ഷയ്ക്ക് ഓഗസ്റ്റ് 21 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. വിവിധ പൊതുമേഖലാ ബാങ്കുകളിലായി നിലവിൽ 10,277 ഒഴിവുകൾ നിലവിലുണ്ട്. ഒഴിവുകൾ ഇനിയും ഉയർന്നേക്കാം. കേരളത്തിൽ 330 ഒഴിവുകളുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലറിക്കൽ തസ്തികകളിലേക്ക് IBPS നടത്തുന്ന 15ാമത്തെ പൊതു എഴുത്തുപരീക്ഷയാണിത്. ഈ പരീക്ഷ എഴുതിയവരെ മാത്രമേ IBPSൽ ഉൾപ്പെട്ട ബാങ്കുകളിൽ അടുത്ത സാമ്പത്തിക വർഷത്തെ 2026-2027 ക്ലർക്ക് നിയമനങ്ങൾക്ക് പരിഗണിക്കൂ. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ ബാങ്കുകളിൽ ഒന്നിലേക്ക് അലോട്ട് ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശത്തേക്ക് മാത്രമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക. ആ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശത്തിന് ബാധകമായ കേന്ദ്രത്തിൽ പരീക്ഷ എഴുതണം. ശമ്പളം 24,050 രൂപ മുതൽ 64,480 രൂപ വരെ. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഹൈസ്കൂൾ, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ കമ്പ്യൂട്ടർ IT ഒരു വിഷയമായി പഠിച്ചിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തിലെ ഔദ്യോഗിക ഭാഷാപരിജ്ഞാനം വേണം. എഴുതുവാനും വായിക്കുവാനും സംസാരിക്കുവാനും കഴിയണം. 2025 ഓഗസ്റ്റ് 21 അടിസ്ഥാനമാക്കി യോഗ്യത കണക്കാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിജ്ഞാപനം കാണുക. ഓൺലൈൻ പരീക്ഷയാണ് നടത്തുക. പ്രിലിമിനറി പരീക്ഷ ഒക്ടോബറിൽ നടത്തും. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റീസ്, റീസണിംഗ് എബിലിറ്റി എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ് പ്രിലിമിനറി പരീക്ഷ. മെയിൻ പരീക്ഷ നവംബറിൽ നടത്തും. കേരളത്തിലും ലക്ഷദ്വീപിലും ഉള്ളവർക്ക് പരീക്ഷാ മാധ്യമമായി മലയാളവും തിരഞ്ഞെടുക്കാം. രണ്ടിനും ഒബ്ജക്റ്റീവ് ചോദ്യങ്ങളായിരിക്കും. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. മെയിൻ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. മാർച്ചിൽ അലോട്ട്മെന്റ് ആരംഭിക്കും. പരീക്ഷാ കേന്ദ്രങ്ങൾ: കേരളത്തിൽ സ്റ്റേറ്റ് കോഡ് 27, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശൂർ, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് പ്രിലിമിനറി പരീക്ഷാ കേന്ദ്രങ്ങൾ. ഫീസ് 850 രൂപ. പട്ടിക വിഭാഗം, വിമുക്ത ഭടന്മാർ, ഭിന്നശേഷിക്കാർക്ക് 175 രൂപ. ഓൺലൈനിലൂടെ ഫീസ് അടയ്ക്കാം. ഓൺലൈൻ അപേക്ഷ www.ibps.in എന്ന വെബ്സൈറ്റ് വഴി. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.